ബലവാനേ നീ പരിശുദ്ധനാകുന്നു. Cheers. ഈ ശങ്കരൻ്റെ കപ്പമുളകുണ്ടല്ലോ അടിപൊളിയാണ്. അതാണ് നമ്മുടെ ശങ്കരൻ്റെ പെമ്പറന്നൊക്കെ കൈപ്പുണ്യം. എടാ നിന്റെ പെണ്ണുമ്പിള്ളനെ പൊക്കിയെന്നും പറഞ്ഞല്ലേ കേട്ടോ. എടാ നിന്റെ മോന് ഈ ക്രിസ്മസിനെങ്കിലും അമേരിക്കയിൽ നിന്ന് വരുവാടാ. ഇപ്പം തന്നെ 10-15 കൊല്ലവും ഇല്ലടാ അവൻ വന്നിട്ടും വിളിച്ചിട്ടൊക്കെ. വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സണ്ണിമോൻ്റെ കാര്യം പറഞ്ഞേക്കല്ലേ, മുതലാളിക്ക് വിഷമാവും. നീ എന്തോന്ന് വിഷമം? നീ ഒരെണ്ണം കൂടി ഇങ്ങോട്ട് ഒഴിക്കും. ഒന്നേ ഉള്ളെന്നോർത്ത് ഓമനിച്ച് വളർത്തിയതാ. പഠിപ്പിച്ച അവസാനം ജോലിക്കായിട്ട് അമേരിക്ക അയച്ച് അവിടുന്ന് വേറൊരു മതത്തിൽ ഒരു പെണ്ണിനെയും കെട്ടിയിട്ട് അവനെന്നെ വിളിച്ചു പറയാ, അപ്പച്ച എൻ്റെ കല്യാണം കഴിച്ചെന്ന്. തകർന്നു പോയ പണ്ടുള്ളവർ പറയും മക്കളെ കണ്ടും മാമു കണ്ടും മോഹിക്കരുതെന്ന്. അത് കറക്റ്റാടാ. നീ ഒരെണ്ണം ഒഴിച്ചാൽ ഇങ്ങോട്ട് വറീതേ. നീ എന്തിനാടാ സങ്കടപ്പെടണേ? എടാ ശങ്കര നല്ലൊരു നാടൻ പാട്ട് പാടി കൊടുത്തടാ. കുമ്പായി കുച്ചാണ്ടി പാണങ്കക്കണുമാ. ശങ്കര എടാ നിന്നോട് നല്ലൊരു നാടൻ പാട്ട് പാടി കൊടുക്കാനല്ലടാ പറഞ്ഞത്. മുതലാളി ഫോൺ അടിക്കുന്നു. എന്താ പേര് പെണ്ണേ? സത്യമാണോടി? ഞാനിപ്പോ വരുവാ. ശരി വെച്ചേക്ക്. എന്താ മുതലാളി? സണ്ണിമാൻ വരുന്നത് ക്രിസ്മസിന്. സണ്ണിമാൻ വരുന്നു. ഇനി ക്രിസ്മസിന് 3-4 ദിവസം കൂടെ ഉള്ളല്ലോ, നമുക്ക് ആഘോഷിക്കാം. കുറെ നാളായി നേരിപ്പണി കാര്യം കൊടുത്ത് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും അവരൊന്ന് ചിരിച്ചു കാട്ടോ. മുതലാളി ഞാനും. ഓക്കെ അടിപൊളി. ആ ഓക്കെ. അല്ലേ വേണ്ട, ഞാനും കൂടെ അടിച്ചേക്കാം. എൻ്റെ മുതലാളി സന്തോഷം കണ്ടോ? വണ്ടി ഒന്ന് പെട്ടിയല്ലോ എടുത്തോ. വേണ്ട വേണ്ട വേണ്ട, എല്ലാം ഞാൻ തന്നെ പോയി എടുത്തോളാം. അപ്പച്ചനും അമ്മച്ചോരും എടുത്തോളം പെട്ടി. ഇനി നമ്മൾ ഈ കെട്ട റമ്മടി നിർത്തണം കേട്ടോ. പിന്നെ മോൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഈ മണമുള്ള സാധനമൊക്കെ അടിച്ചുകൊണ്ട് കയറിയ പ്രശ്നമാണ്. ഇത് നമുക്ക് സ്കോച്ച് അടിക്കണം. സ്കോച്ച് എന്താണെങ്കിലും ഈ ക്രിസ്മസ് നമുക്ക് അടിച്ചു പൊളിക്കണം. ശരിയാ ശരിയാ. ഈ ക്രിസ്മസ് ഒക്കെ ആയിട്ടേ നിനക്ക് വയ്യായിരിക്കല്ലേ, നിന്നെ സഹായിക്കാൻ ആ ജാനുവിനെ വിളിക്കാന്ന് വെച്ചാൽ ഇപ്പം എങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ. നാളെ എൻ്റെ കൂട്ടുകാർ വരുന്നുണ്ട്. അവർക്ക് കുറച്ച് പന്നിയും ബീഫും ചിക്കനും ഒക്കെ ആയിട്ട് വേണമല്ലോ. എടാ ഇതൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ കുഴപ്പമില്ല. ഇതൊക്കെ വെക്കാനായിട്ട് ജാനുവിനെ ആരെങ്കിലും വിളിക്കണ്ട. അവർക്ക് വയ്യാണ്ടിരിക്കല്ലേ. അമ്മച്ചി തന്നെ വെച്ചാൽ മതി. അമ്മച്ചി അവർക്ക് വയ്യാണ്ടിരിക്കല്ലേടാ. അമ്മച്ചിക്ക് വെക്കാൻ പറ്റുമോ? അത് കുഴപ്പമില്ല അച്ചായ, ഞാൻ ചെയ്തോളാം. മോൻ ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അമ്മച്ചി ചെയ്തു തരാം. അപ്പൊ നാളെ അവര് വരും. അവർക്കുള്ള എന്താന്ന് വെച്ചാൽ അമ്മച്ചി ഉണ്ടാക്കി കൊടുക്കാം. അമ്മച്ചി ചെയ്തോളാം, സാരമില്ല അച്ചായ. വയ്യായാലും ഞാൻ ചെയ്തോളാം, അവൻ്റെ ആഗ്രഹമല്ലേ. കുഞ്ഞാ നാളെ എത്ര മണിക്ക് വരും? രാവിലെ നാളെ എന്റെ കൂട്ടുകാരൊക്കെ വരുന്ന ദിവസമാണ്. അപ്പച്ചന്റെ കുറെ അളന്ന കൂട്ടുകാരുണ്ട്. ഒറ്റ ഒരെണ്ണത്തിന് ഇവിടെ കണ്ടുപോരുത്. സണിജ, ഞാൻ പറയാനായിട്ട് ഇരിക്കുകയായിരുന്നു. ഇതുപോലത്തെ അലവലാതി പിടിച്ച കുറെ കൾച്ചറില്ലാത്ത കുറെ ആൾക്കാരുണ്ട് ഇവിടെ. അവരുടെ കൾച്ചറിന് നമ്മൾ ചേർന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാടവരമ്പത്ത് കൂടാടാ. പിന്നെ മേരിക്കുഞ്ഞ് ചോദിക്കുന്നെങ്കിൽ ഞാൻ ഇറച്ചി വാങ്ങാൻ പോയിരിക്കുമെന്ന് പറഞ്ഞേക്കാം.
എന്നാ പിന്നെ സമയം കളയത് ഓരോന്ന് ഒഴിക്കളിയാ. ഞങ്ങൾക്ക് ഈ വൈനൊന്നും വേണ്ട കേട്ടോ, ഞങ്ങൾ ഇതൊന്നും കഴിച്ചോളാം. നിന്റെ ഇഷ്ടം പോലെ. ആന്റി ഇരിക്കാൻ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഇച്ചിരി വെള്ളം ഇങ്ങനെ. ഈ ആ പടക്കത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ക്രിസ്മസ് ആയിട്ട് ഒരു ബഹളം വരും. ഒരു പടക്കമൊക്കെ ഉണ്ടായിരുന്നു നമുക്കൊരു ഗുമ്മ് കിട്ടിയേനെ. ഞാനൊരു കാര്യം ഇപ്പൊക്കെ എന്ത് ക്രിസ്മസ് ഇരിക്കുന്നില്ല, അതൊക്കെ ഞങ്ങളുടെ കാലത്ത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമല്ലേ മോനെ. അന്നാലും ഞങ്ങളൊരു ചട്ടക്കൂടില്ല കഴിഞ്ഞോണ്ട് ഇപ്പോഴാണ് ഈ പ്രതാപമൊക്കെ ഉണ്ടായത്. അന്ന് ഞാൻ പാടത്തെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇവന് മണൽ വെട്ടിച്ചെത്തി നക്ഷത്രമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അല്ലേ തണ്ണി കടയിൽ മേടിക്കുള്ള പൈസ ഇല്ലല്ലോ. പക്ഷെ ഞങ്ങളുടെ അടുത്ത ഏറ്റവും വലിയ കുടുംബക്കാർ, ചേത്ര കുടുംബക്കാർ, അവരുടെ വീട്ടിലാണ് എപ്പോഴും ഭയങ്കരമായിട്ട് പടക്കം പൊട്ടിക്കുന്നത്. ആ പടക്കത്തിൽ ഒച്ച കേൾക്കുമ്പോൾ സണ്ണി വരാൻ തുടങ്ങും. അപ്പോൾ പടക്കം വേണം പടക്കം വേണം. അവസാനം ഞാൻ ആ രാത്രി അവിടെ ചെല്ലാ പൊട്ടാത്ത പടക്കൊക്കെ കൊണ്ടുകൊടുത്ത് പൊട്ടിച്ച് വളർത്തിയ മോനാ. ഒരു കാര്യം പറഞ്ഞേക്കാം, തന്റെ തന്നെ എന്തൊക്കെ വർത്തമാനോട് അവിടെ കിടന്ന് പറയുന്നത്. അങ്ങനെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിട്ടില്ലേ താൻ എന്റെ തനി കൊണ അറിയും കേട്ടല്ലോ. നിങ്ങൾക്കിത് എന്തിന്റെ കേടാണ്? എന്നെ അവരുടെ മുമ്പിൽ നാറ്റിച്ചടങ്ങത്തുള്ള പടക്കം പൊട്ടിച്ചൊന്നും കുടിൽ കിടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തിനാണ് അവരുടെ മുമ്പിൽ വെച്ച് വളമണത്? എന്തറിയാതെ അവരുടെ മുമ്പിൽ ഇനി കണ്ടുപോകരുത്. എങ്ങോട്ട് വെച്ചാൽ പൊക്കോണം. ഞാൻ പറഞ്ഞേക്കാ ഇങ്ങോട്ട് വെച്ചപ്പോ സണി, നീ ആ സ്റ്റാർ കണ്ടോ? അതിനൊക്കെ വലിയൊരു സ്റ്റാർ മേടിച്ച് നമുക്ക് ഈ പ്ലാവ് തൂക്കിയാലോ? ഒന്നുമല്ല, നീ ഒരു അമേരിക്കക്കാരനല്ലേ, നാട്ടുകാരൊന്നും കാണണ്ട. എടാ അതിനിപ്പം മേളിൽ കയറാൻ ആരും കിട്ടാറില്ലെന്ന് എന്റെ അപ്പച്ചൻ വിചാരിച്ച കാര്യം നടക്കും. എടാ നീ പറയുന്ന നടക്കൊന്നുമല്ല. പുള്ളി അതിന്റെ മേളിൽ നിന്നെങ്ങാണം വീണ് കയ്യോ കാലം ഒടിഞ്ഞു കഴിഞ്ഞാലേ ആര് നോക്കാനാ? വീണ് യാകുവാണെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് അതിനൊന്നും സമയമില്ല. സ്വപ്നം കണ്ടു മനസ്സ് കാണുന്നു. ശ്വാസം മുട്ടില്ല, ആശുപത്രി കൊണ്ടുപോകണം. അമ്മച്ചിക്ക് വല്ല വായു കയറിയായിരിക്കും. ഇന്ന് അവര് ബെഗ് വെച്ച് കൊടുക്കുന്ന വണ്ടി തുറന്നു പോരാ. അപ്പച്ചനാണോ പപ്പായ പപ്പായ കാണിച്ചോളെ. എന്റെ ഭാര്യ മേരിക്കുട്ടി ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി കിടക്കുമ്പോഴാണ് ചേട്ടാ ഇത്ര ബുദ്ധിമുട്ട് വിളിച്ചത്. കാര്യങ്ങൾ പിന്നെ പറയാൻ. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു.
അങ്ങനെ വരാതിരുന്ന് വന്നേച്ച് ക്രിസ്മസ് ആഘോഷിച്ചിട്ട് മേരി പെണ്ണിനെ കൊന്നേച്ച് അവരങ്ങ് പോകും. ഇനി അടുത്ത ക്രിസ്മസിന് അവര് വരണ്ട. അവര് വന്നാലേ അവരെന്റെ മുതലാളി 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 വാ മുതലാളി നമുക്ക് പോവാം മുതലാളി